എല്ലാവർക്കും മാസ് മീഡിയയുടെ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഇന്ന് കോഴിക്കോട് ബീച്ചിലാണ് ഞങ്ങൾ പെരുന്നാളിൻ്റെ വിവരങ്ങൾ ചോദിക്കാൻ, പെരുന്നാൾ ഓർമ്മകൾ ചോദിക്കാൻ എത്തിയിരിക്കുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നോമ്പാവട്ടെ, പെരുന്നാളാവട്ടെ, ഏതാഘോഷമാവട്ടെ, ഇവിടെ കോഴിക്കോട് ബീച്ചിന് അതിൻ്റെ ഒരു വലിയൊരു പ്രാധാന്യമുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ നോമ്പിനായാലും നോമ്പ് തുറക്കുന്ന സമയത്തായാൽ പോലും ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് ഇവിടുന്ന് നോമ്പ് തുറക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ പ്രിയപ്പെട്ട ആളുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ആളുകളുടെ പെരുന്നാളിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് ചോദിക്കാം. നോമ്പ് ഈ റമളാൻ മാസത്തിൽ എങ്ങനെയുണ്ടായിരുന്നു അവർക്ക് നോമ്പെന്ന് ചോദിക്കാം. നല്ല അത്യാവശ്യം ചൂടുള്ള സമയം കൂടിയാണ്. നമുക്ക് എന്തായാലും ഓരോരുത്തരെ സമീപിച്ച് അവരോട് സംസാരിക്കാം. നമ്മളോടൊപ്പം ഇന്ന് നദീറ ഉണ്ട്. നദീറ നോമ്പുണ്ടോ? നോമ്പ് പിടിച്ചിരിക്കുന്നു. നദീറ ഈ ബീച്ചിൽ എല്ലാ സമയത്തുള്ള ആളാണല്ലേ? ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങും, വെയിലല്ലേ. അപ്പൊ പിന്നെ ഉച്ചയ്ക്ക് ശേഷം. ഈ നോമ്പിന് എല്ലാ ദിവസവും വന്നിട്ടുണ്ടായിരുന്നു? ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പിന് മുമ്പേ ഞാൻ വരുന്നുണ്ട്. ഇപ്പൊ 4 കൊല്ലായില്ലേ സെല്ലാക്കുണ്ട്. ഇട്ടാപ്പൊട്ടി, സമൂസ ഒക്കെ ഞാൻ സെല്ലാക്കുന്നുണ്ട്. എന്തൊക്കെ പ്രോഡക്റ്റ്? ആദ്യം സമൂസ വിറ്റിരുന്ന്, പിന്നെ ഇട്ടാപ്പൊട്ടി ഇല്ലേ പോപ്സ്, അത് വിറ്റിരുന്ന്. ഇപ്പൊ പെർഫ്യൂം സെയിലാക്കുന്നുണ്ട്. ഈ നോമ്പ് കാലത്ത് എന്താണ് ഇവിടെ ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത് ബീച്ചില്? ഇവിടെ നോമ്പ് കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി അടക്കം നോമ്പ് തുറക്കാൻ ബീച്ചിൽ വരും. അതൊരു പ്രത്യേക വൈബാണ്. നല്ല കാറ്റും കടലും ഒക്കെ കൂടെ ആയിട്ട് നല്ല ആംബിയൻസിൽ അങ്ങനെ ഫാമിലി ഫുള്ള് ഇവിടെ നോമ്പ് തുറക്കാൻ വരും. പിന്നെ ഇവിടെ തന്നെ നോമ്പ് നമ്മളവിടെ സെറ്റ് ചെയ്തതിന് അടിപൊളിയായിരുന്നു. ഇവിടെയുള്ള കാക്കന്മാരും എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ അടിപൊളിയായിരുന്നു. അങ്ങനെ വരുന്നു അടിപൊളിയാണ്. നോമ്പിനും പെരുന്നാളിനും നീ ഇതിന് നോമ്പിന്റെ അല്ലാത്ത സമയത്തും സെയിൽ ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ ഈ സമയത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? കൂടുതലായിട്ട് സെയിൽ നടക്കുമോ? ആളുകൾ കുറച്ചുകൂടി ചേർത്ത് പിടിക്കുമോ? അല്ല, നോമ്പിന്റെ ടൈമായ ആൾക്കാർ പെർഫ്യൂം അധികം വാങ്ങൽ കുറയും. പെർഫ്യൂം എന്തോ അടിക്കാൻ പറ്റൂല എന്നുള്ള റീസൺ കൊണ്ട് എല്ലാത്ത ടൈമും ഓക്കെ ആയിട്ട് ആൾക്കാർ പിന്നെ വാങ്ങും. നോമ്പ് ടൈമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ. ഇപ്പൊ പെരുന്നാളായതുകൊണ്ട് ഇനിയിപ്പോൾ പെർഫ്യൂം കുഴപ്പമില്ലാണ്ട് സെല്ലാമെന്ന് വിചാരിക്കുന്നു. നോമ്പിന്റെ ഒരു ഓർമ്മ എന്താണ് പറയാൻ പറഞ്ഞത്? നദീറയ്ക്ക് പറയാനുണ്ടാവുക? നോമ്പിൻ്റെ ഒരു ഓർമ്മ എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലായിടത്തും നല്ല ഫാമിലി ഒക്കെ, ബീച്ചിൽ തന്നെ ഒരു എല്ലാവരും ഒത്തൊരുമയിൽ വരുന്ന ടൈം നോമ്പിന്റെ ടൈമാണ്. പെരുന്നാള് ഇവിടെ വരുമോ? പെരുന്നാളിന്റെ അന്ന് ഇവിടെ വരുമോ? വരണം. ഉറപ്പായിട്ടും വരും. അപ്പൊ പെരുന്നാളിന്റെ ഓർമ്മ എന്താണ് നദീറയ്ക്ക് ഞങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്? പെരുന്നാളിന് വന്നു കഴിഞ്ഞാൽ കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഓർമ്മ ഉണ്ടാവില്ലേ? പെരുന്നാൾ മീൻസ് നമ്മളെങ്ങനെ അറിയോ, പെരുന്നാൾ തലേ ദിവസമായി ഡ്രസ്സൊക്കെ വാങ്ങി അതിങ്ങനെ ഒന്നുകൂടെ എടുത്ത് വെക്കൂ. അത് കട്ടിലെടുത്ത് വെച്ച് അതിൻ്റെ കൂടെ നിന്നില്ല, ഒരു മനസ്സമാതല്ല. പെരുന്നാൾ അങ്ങോട്ട് ആ ഒരു വെയിറ്റിംഗ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ അങ്ങനെ അപ്പൊ ഒരു വൈബാണ്. അതിന്റെ ഇടയ്ക്ക് ഇവിടെ വന്നാൽ പിന്നെ ഞാൻ സെല്ലാക്കാൻ വേണ്ടി വരുന്നത്. പിന്നെ വേറെ പണികളൊന്നും ഇല്ല, അതുകൊണ്ട് സെല്ലാക്കാൻ വരിക. അങ്ങനെ വരും. പെരുന്നാളിന്റെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവിടെ വന്ന് നാളെ പെർഫ്യൂം സെയിൽ ചെയ്യാൻ പോണേ? അത് മീൻസ് അങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാ ഡ്രസ്സ് പിന്നെ ഭയങ്കര വൃത്തിയായി പോലെ ഓവറാണ്ടല്ലോ വെച്ചിട്ടാ. പിന്നെ നാളെ പിറന്നാളാണ്, മറ്റന്നാളെ പെരുന്നാൾ, അങ്ങനെ ഓരോന്നായപ്പോ ഒപ്പരായി പോയി ഒക്കെ. താങ്ക് യു. സന്തോഷം. ഇത് നിങ്ങളുടെ കൂടെയുള്ള ഒരു നമ്മളെ കൂടെ ഉള്ള ഇവരും വേറെ സെല്ലാക്കുന്നതാണ്. അപ്പൊ നമ്മളൊരു ഏച്ചിന്റെ ഒരു മോനാണ്. മോന്റെ പേരെന്താ? എന്റെ പേര് കാഹിൽ അർഷ്. നോമ്പുണ്ടോ? നോമ്പില്ല. ഇവിടെ കുറെ ആയപ്പോ ഇത് സെയിൽ ചെയ്യാൻ വരുന്നത്? ഒരു 2 ആഴ്ചയൊക്കെ ആയി. എങ്ങനെയുണ്ട്? രസമുണ്ടോ? നോമ്പിന്റെ സമയത്ത് ഇവിടെ കുറെ ആൾക്കാരൊക്കെ വാങ്ങുമോ അത്? ചിലര്. നിനക്ക് പെരുന്നാളിനെ കുറിച്ച് എന്ത് ഓർമ്മ പറയാനുള്ളത്? പെരുന്നാളിനെ കുറിച്ച് എന്ത് ഓർമ്മ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഏറ്റവും ഇഷ്ടം എന്താ പെരുന്നാളിന്? പെരുന്നാൾ വന്നാൽ ഇങ്ങനെ ചെയ്യാലോന്ന് വെച്ചിട്ടൊരു സന്തോഷം ഉണ്ടാവില്ലേ? അതെന്താ ഉള്ളത്? പെരുന്നാളിന് പങ്കിട്ടു. പെരുന്നാൾ പൈസ അല്ലേ? അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന് ഒരു പൈസ അവർക്ക് കിട്ടും എന്നുള്ളതാണ്. എന്താ പറയാ, എന്റർപ്രണേഴ്സ് ആണ് രണ്ടാളും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടിപൊളി പെരുന്നാൾ ആശംസകൾ നേരുന്നു. നന്നായി വരട്ടെ. ഉമ്മ, പെരുന്നാളിന് നിങ്ങളിപ്പോ ഇവിടെ ബീച്ചിൽ വന്നതല്ലേ? എന്താണ്, എപ്പോഴും വരാറുണ്ടോ ബീച്ചില്? ഇല്ല, ആദ്യമായിട്ടാണോ ബീച്ചിൽ വരുന്നത്? ഇന്നിപ്പം നോമ്പായിട്ട് ബീച്ചിൽ വരാനുള്ള കാരണം ഇവിടെ നിന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടാണോ? നോമ്പ് തുറക്കാൻ. ഉമ്മൻ്റെ ഒരു പെരുന്നാൾ ഓർമ്മ നമ്മളോട് പറഞ്ഞു തരുമോ? പെരുന്നാളിൽ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ കുടുംബക്കാർ എല്ലാവരും വരുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ പറയാൻ പറ്റുമോ? കുടുംബക്കാരോ?
എന്താണ് പറയാൻ പറ്റുക? നമ്മൾ കുടുംബക്കാർ വരലും മുമ്പ് വർപ്പിക്കലുണ്ട്. അല്ല, പെരുന്നാളിൻ്റെ അന്ന് എന്താണ് വീട്ടിലെ കുടുംബക്കാരൊക്കെ വരും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും തറവാട്ടിലൊക്കെ പോകുമോ? ഞാൻ തറവാട്ടില്ല. നിങ്ങൾ തറവാട്ടൊക്കെ വരും, എല്ലാവരും വീട്ടിലേക്ക് വരും. നിങ്ങൾ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കൂല്ലേ എല്ലാവർക്കും? ബിരിയാണി ഉണ്ടാക്കി. എന്ത് ബിരിയാണിയാണ് സാധാരണ ഉണ്ടാക്കുന്നത്? ചിക്കൻ ബിരിയാണിയാണോ അതോ? ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും. ചിക്കൻ ബിരിയാണി. എന്തൊക്കെയാണ് നിങ്ങളെ നോമ്പ് ഓർമ്മകൾ എന്താ പറയാനുള്ളത്? എല്ലാവരും കൂടി ഒരു ദിവസം കൂടും. ഇവിടെ ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടുന്ന് തുറക്കാൻ വേണ്ടി വന്നു ആദ്യമായിട്ടാണ് വരുന്നത്? ആദ്യമായിട്ട്. ഇവിടെ കുറേ ആൾക്കാർ എല്ലാ ദിവസവും നോമ്പ് തുറക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാറുണ്ട്. നിങ്ങൾ വീട് എവിടെയാണ്? കോഴിക്കോട് എവിടെയാണ്? നമ്മൾ ചേളാരി. ചേളാരിന്ന് വരിക അല്ലേ? മലപ്പുറം ചേളാരി എന്നാണ്. മോളെ പേരെന്താ? പെരുന്നാളാകുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള എന്താ? പെരുന്നാൾ പൈസ കിട്ടുന്ന സന്തോഷം ഉണ്ടോ? ഉണ്ടോ? പുതിയ കുപ്പായിടുന്ന സന്തോഷമില്ല? മൈലാഞ്ചി ഇടുന്ന ഇല്ല? എന്താ പറയാത്തെ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4. അപ്പം അടിപൊളി പെരുന്നാൾ ആശംസകൾ നേരെയാണ്. നല്ല പെരുന്നാളാവട്ടെ കേട്ടോ, കുറേ പൈസ കിട്ടട്ടെ. അപ്പോൾ ഓക്കെ അമ്മ, നല്ല പെരുന്നാളാവട്ടെ കേട്ടോ. നോമ്പൊക്കെ തുറന്ന് നിങ്ങൾ മലപ്പുറത്ത് നിന്നല്ലേ? ഞാൻ മലപ്പുറത്തൊന്നും അല്ല. ഞാൻ മലപ്പുറമല്ല, ഞാൻ കോഴിക്കോട് ജില്ല. കോഴിക്കോട് തന്നെയാ? കോഴിക്കോട് എവിടെ? കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിൽ എവിടെ? നമ്മൾ പെരുമുഖം. പെരുമുഖം. ഞാൻ ഫറൂഖ് ചുങ്ക. അവിടെ അടുത്ത് തന്നെ നമ്മൾ പെരുമുഖം. ശരി, പെരുമുഖം അല്ലേ? കോഴിക്കോട് ബീച്ചിലെ സ്പീഡ് ബോട്ടുമായിട്ട് പോകുന്ന ആൾക്കാരാണ് നിങ്ങളല്ലേ? എങ്ങനെയുണ്ട് പെരുന്നാളിനോട് നോമ്പൊക്കെ ആയിട്ട്? എങ്ങനെ കുറെ ആളുകളൊക്കെ വരുന്നുണ്ടോ? നോമ്പ് അതിനെ കൊണ്ട് ഇപ്പോൾ ലേശം തിരക്ക് കുറവാണ്. ഇനിയിപ്പോ പെരുന്നാൾ അതിനെ കൊണ്ട് ഇനിയിപ്പോ എന്തായാലും തിരക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്, ഒരുപാട്. പേരെങ്ങനെയാണ് പറഞ്ഞില്ല? എന്റെ പേര് മുജീബ് റഹ്മാൻ. ഞാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ തന്നെയാ വീട്? ഒരു 1/2 കിലോമീറ്റർ തോപ്പയിൽ നിന്നറിയും. ഇവിടെ കുറെ കാലമായിട്ട് നിങ്ങളിത് ഇവിടെ ഇപ്പൊ 3 വർഷം ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ കയറാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 4-5 മാസമായിട്ടേ ഉള്ളൂ. നമ്മളറിയുന്ന ടീം തന്നെയാണ് പറയും. പ്രൈവറ്റ് ആണ്, പിന്നെ എല്ലാം കമ്പനിക്കാരുമാണ്. ഇനിയിപ്പോ നോമ്പ് കഴിഞ്ഞതിന്റെ ശേഷം കേറലുണ്ട്, പക്ഷെ വളരെ ഇറക്കം കുറവാണ്, വരുത്ത് കുറവാണ്. ഒന്നാമത് നോമ്പ് പിടിച്ചിട്ട് അധികം ആളുകളും പുറത്തേക്ക് ഇറങ്ങാറില്ല. അതെന്തായാലും ഒന്നാമത് ഭയങ്കര അഡ്വഞ്ചർ ആണല്ലോ എന്ന് വെച്ചാൽ ബീച്ചിൽ വന്ന് നോമ്പ് തുറക്കലും. അതെ 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 അതെ. എന്താണ് നിങ്ങളൊരു പെരുന്നാൾ ഓർമ്മ എന്ന് പറയുന്നത്? പെരുന്നാൾ ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, വീട്ടില് എല്ലാം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പള്ളിയിൽ പോയി കഴിഞ്ഞ് കുടുംബക്കാരെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിക്കുക, സുഹൃത്തുക്കൾ കാണാം, എല്ലാം അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പെരുന്നാളിന് കുറെ ആൾക്കാർ സ്പീഡ് ബോട്ടിൽ പോവാൻ വരട്ടെ എന്ന് ആശംസിക്കുന്നു. പെരുന്നാൾ ആശംസകൾ. ആയിക്കോട്ടെ, അതേപോലെ എല്ലാവർക്കും നിങ്ങൾക്കും. നമ്മളെ കൂടെ സാജുക്ക ഉണ്ട്. സാജുക്ക ഈ കടപ്പുറത്ത് അല്ലേ? എന്താണ് ഇവിടെ നിങ്ങളെ യൂണിഫോം ഒക്കെ കണ്ടിട്ട് എന്താണ്? ഞങ്ങള് മജസ്റ്റിക് നിറയെ ബോട്ടിംഗ് ഗ്രൂപ്പാണ്. ഇവിടെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ, അതായത് കടൽ കാണാൻ വരുന്നവരെ കടലിനകത്തേക്ക് കൊണ്ടുപോയിട്ട് അവരെ സന്തോഷിപ്പിച്ച് കൊണ്ടുവരുന്നതാണ് ഞങ്ങളുടെ ജോലി. ഇവിടെ കുറേ ആയോ നിങ്ങൾ ഇത് തുടങ്ങിയിട്ട്? ഇതിപ്പോ 2ാം വർഷത്തിലേക്ക് കടന്നു. 2 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ കടൽ ശാന്തമായിട്ട് ഇരിക്കുന്ന അന്നേരം ഞങ്ങൾക്ക് പെർമിഷൻ ഉള്ളൂ. ഇനിയിപ്പോൾ മെയ് 20 വരെ ഉള്ളൂ ഞങ്ങളെ പെർമിഷൻ. അതുവരെ ഇവിടെ ആൾക്കാർ കടലിലേക്ക് കൊണ്ടുപോകും. ഓൾറെഡി. എന്താണ് നിങ്ങളെ ഒരു പെരുന്നാൾ ഓർമ്മ ഞങ്ങളോട് പങ്കുവെക്കാനുള്ളത്? പെരുന്നാൾ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഈ നോമ്പാം മാസം ആകുമ്പോൾ ഇവിടെ ആരുണ്ടാവില്ല. ഇനിയിപ്പോൾ 6 മണിക്ക് ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ ആളുകൾ വരും. ബീച്ചൊക്കെ സമയത്ത് നോമ്പ് തുറക്കുന്ന സമയം ഇവിടെ നിറയെ